ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി ഒരു ഐറ്റം ഉണ്ടാക്കി കേട്ടോ. തൃശ്ശൂർക്കാരെന്തോ സ്പെഷ്യലാണ് വൻപയർ കുത്തിക്കാച്ചിയതെന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങളിവിടെ മമ്പയർ എന്നാട്ടോ പറയാം. അപ്പോൾ ഞാൻ രാവിലെ അത് കുതിർത്ത് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വിസിൽ വരുത്താം കേട്ടോ. ഒരു 3 വിസിലൊക്കെ മതിയാവും. പിന്നെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് ഒരു 4-5 വറ്റൽമുളക്, കുറച്ചധികം തന്നെ ചെറിയുള്ളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ചതച്ചാൽ മതി. അപ്പോഴേക്കും ഇതാ കുക്കറിൽ വിസിലൊക്കെ വന്ന് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വറവിടുകയാണോ കുത്തിക്കാച്ചാണോ എന്താ അറിയില്ല. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മിക്സീൻ്റെ ജാറിൽ ചതച്ചെടുത്ത സംഭവമൊക്കെ അതിലേക്ക് ഇടണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റട്ടോ. ഏകദേശം നന്നായിട്ട് കളറ് മാറി വരുന്നവരെ വഴറ്റണം. അങ്ങനെ ഏകദേശം അതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് ചേർക്കണം. അതിൽ കാശ്മീരി മുളകാണ് പറയണത്, അതിവിടെ ഇല്ല. പിന്നെ ഗരം മസാലയും പറയണം കേട്ടോ, അതും ഇവിടെ കഴിഞ്ഞു പോയി. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ വേവിച്ച് വെച്ച മമ്പയറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട സംഭവം സെറ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.